ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ. ഒരുപക്ഷെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മോഹൻലാലും ശ്രീനിവാസനും തമ്മിലുള്ള ആ പഴയ സിനിമകളില്ലേ, ആ സിനിമകൾ തന്നെയാണ് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഓർമ്മ വരിക. അതായത് ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് പേരുടെ ഒരു ഒന്നൊന്നര പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയിലൂടെ പലരെയും കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് വിനീത് ശ്രീനിവാസൻ. അപ്പോൾ അദ്ദേഹം തന്നെ ഈ സിനിമയിലൂടെ, അതായത് നിവിൻ പോളിയെ പോലെയുള്ള, ഇല്ലേ ഭഗത് മാനുവലിനെ പോലെയുള്ള ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ട് നിൽക്കുന്നവരെ ഇപ്പോൾ ഈ സിനിമയോട് കൂടിയിട്ട് അവർ മുൻനിരയിലേക്ക് വരാൻ പോവുകയാണ്. അതായത് നിവിൻ പോളി എന്ന് പറയുന്ന ഒരു നടൻ്റെ ആ സിംഹാസനം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, അതെവിടെയും പോയിട്ടില്ല. ഇടക്കാലത്ത് എല്ലാവരും പറഞ്ഞു നിവിൻ പോളി തകർന്നു, ഇല്ലെങ്കിൽ നിവിൻ പോളി ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങനെ അങ്ങ് തഴയാൻ നോക്കുമ്പോഴും വിനീത് ശ്രീനിവാസൻ വന്നിട്ട് പുതിയൊരു ഹിറ്റ് കൊടുത്തിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇതിനകത്തെ കഥയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്തൊക്കെയായി കഴിഞ്ഞാലും ഒരു വമ്പൻ താരനിര, ഒരു നല്ലൊരു സൗഹൃദത്തിൻ്റെ സിനിമ, ഇല്ലെങ്കിൽ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ സിനിമ, ഇതിൻ്റെ അകത്ത് ആരും ഒരു അഭിനയിക്കുന്നതാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേരുടെ കളിയാക്കലുകൾക്ക് വിധേയനായ ഒരു വ്യക്തിയാണ് ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്ന് നമ്മളെ ഞെട്ടിച്ചു. അതുപോലെയാണ് ഇതിൻ്റെ അകത്തും അതുപോലെ തന്നെയാണ്. പ്രണവ് മോഹൻലാലിന് അഭിനയിക്കാൻ അറിയില്ല, അവൻ എന്താണ് അഭിനയിക്കുന്നത്? അച്ഛൻ സിനിമയിലില്ലതുകൊണ്ട് മകൻ അഭിനയിക്കുന്നു, അത്രമാത്രം. അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കാൻ അറിയില്ല, എല്ലാ സിനിമകളും പൊട്ടുന്നു, ഇൻ്റർവ്യൂ കൊണ്ട് മാത്രമാണ് ധ്യാൻ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞവർക്ക് ഒരു ചുട്ട മറുപടി തന്നെയാണ് ഈ സിനിമ എന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ഇനി ഒരാളും പറയില്ല, ഇനി ഒരാൾ പോലും പറയില്ല പ്രണവ് മോഹൻലാലിന് അഭിനയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസന് അഭിനയിക്കാൻ അറിയില്ല എന്ന് ഇനിയൊരു കുഞ്ഞു പോലും പറയില്ല എന്നാണ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് വെച്ച് തന്നെ കാണണം മക്കളെ. അതിൻ്റെ ഒരു ഡെപ്ത് വേറെ തന്നെയാണ്. അതായത് ഒരു പ്രത്യേക ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു ലോകത്ത് പോയൊരു അനുഭൂതിയാണ് നമുക്ക്. ഒരു തിയേറ്റർ പോലും ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ല. ഉള്ള കാര്യം പറഞ്ഞാൽ എന്താ, ഒരാഴ്ച മുന്നേ തന്നെ എല്ലാ തിയേറ്ററും ഫുള്ളായിരിക്കുകയാണ്. ഈ പടവും കൂടി കോടിയിലേക്ക് കയറുകയാണ്. അതായത് മലയാള സിനിമയ്ക്ക് 2024 എന്ന് പറഞ്ഞാൽ ഭാഗ്യവർഷമാണ്. എത്ര സിനിമകളാണ് കോടിയിലേക്ക് കയറിയിരിക്കുന്നത്. അതുപോലെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തെലുങ്കന്മാരും തമിഴന്മാരൊക്കെ നമ്മളെ കളിയാക്കുകയാണ്. അവരുടെ സിനിമ ഡബ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ തിയേറ്ററുകളിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്, അത്രത്തോളം ദാരിദ്ര്യമാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് തമിഴന്മാരും തെലുങ്കന്മാരും ഇപ്പോഴേ മലയാള സിനിമ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം മലയാള സിനിമയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? ചെറിയ മുതൽ മുടക്കിൽ വരുന്ന സിനിമകൾ കോടികൾ വാരുന്നു. അവിടെയാണെങ്കിൽ വലിയ മുതൽ മുടക്കിൽ നിർമ്മിച്ച സിനിമകളാണ് കോടികൾ വരുന്നത്. പക്ഷേ ഇവിടെ ചെറിയ മുതൽ മുടക്കിൽ ചെറിയ താരങ്ങളുമായിട്ട് വന്ന സിനിമകൾ കോടികൾ ഉണ്ടാക്കി പോവുകയാണ്. അതുകൊണ്ട് തന്നെ തെലുങ്കന്മാരൊക്കെ ശരിക്കും കിളി പോയ അവസ്ഥയിൽ തന്നെയാണ്. ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നതോട് കൂടിയിട്ട് മലയാള സിനിമയുടെ ഒരു ചരിത്രം തന്നെ അങ്ങ് വർഷങ്ങൾക്ക് ശേഷം കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മലയാളി പ്രേക്ഷകർ എല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് പ്രായമില്ല, അല്ലെങ്കിൽ ജാതിയില്ല, മതമില്ല, ഇങ്ങനെ പറയുന്നത് പോലെ തന്നെ വിനീത് ശ്രീനിവാസൻ്റെ സിനിമയാണോ അത് ഫാമിലി അടക്കം കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രത്തോളം ഒരു സിനിമ എങ്ങനെ വേണം, എന്തൊക്കെ ചെയ്യണം, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ വിനീത് ഹെഡ് മാഷും ബാക്കി എല്ലാവരും സ്റ്റുഡൻ്റാണ്. അതായത് ഒരു എന്തൊരു ആ ഒരു ഐക്യം, ഒരു സ്നേഹം, ആ ഒരു ഭയങ്കരമായൊരു ബോണ്ടില്ലേ, അതൊരു ഭയങ്കരം തന്നെയാണ്. അത് ഈ സിനിമയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയൻ ധ്യാനെ കൊണ്ട് നല്ല രീതിയിൽ പണിയെടുപ്പിച്ചിട്ടുണ്ട്. പഴയ വൈരാഗ്യക്ക് വെച്ചിട്ട്, അതായത് പണ്ട് കാലത്ത് ഒരുപാട് ഇദ്ദേഹം പറഞ്ഞ പോലെ കേൾക്കത്തില്ല, ഞാൻ പറയുന്നൊന്നും അനുസരിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരാതി വിനീത് ശ്രീനിവാസനുണ്ട്. അത് ഈ സിനിമയോടുകൂടി കഴിഞ്ഞു കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ധ്യാനിനെ നല്ല രീതിയിൽ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, നല്ല പണിയെടുപ്പിച്ചിട്ടുണ്ട്.
അത് തന്നെ ഒരു ഭയങ്കര ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ധ്യാൻ എന്ന് പറഞ്ഞാൽ ധ്യാൻ്റെ ജീവിതത്തിലെ വേറെ ലെവല് പെർഫോമൻസ് ആയത്. അദ്ദേഹത്തിന് ഇനി ജീവിതത്തിൽ ഇതുപോലൊരു കഥാപാത്രം കിട്ടുമെന്ന് എനിക്കറിയില്ല. അത്രത്തോളം നല്ലൊരു കഥാപാത്രമാണ്, നല്ലൊരു എന്താ പറയുക, നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ധ്യാൻ ഇതിൽ വേറെ ലെവലാണ്. ധ്യാനായാലും പ്രണവായാലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ചെറിയ റോളുള്ള ആൾക്കാർ പോലും ഒരു വേറെ ലെവലിൽ. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ ആ കുടുംബ ചിത്രം അത് തന്നെയാണ് ഇത് മെയിനായിട്ട്. ആ ഒരു എന്താ പറയേണ്ടത്, തട്ടത്തെ മറയത്തായാലും പിന്നെ മലർവാടി ആർട്സ് ക്ലബ് ആയാലും പിന്നെ വടക്കൻ സെൽഫി ആയാലും ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സ്നേഹബന്ധം ഉണ്ടല്ലോ, അതായത് കൂട്ടുകാർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം, ആ ഒരു ബോണ്ട് ഈ സിനിമയിലും കൃത്യമായിട്ട് വിനീത് ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു പാട്ടും നമ്മളെ നിവിൻ പോളിക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സംഭവം പോലും നിങ്ങളോട് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയി അതിൻ്റെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുക തന്നെ വേണം അവിടുന്ന്. കാരണം അത്രത്തോളം ഒരു സംഭവമാക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്താ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ്. അതായത് കല്യാണി പ്രിയദർശനായാലും പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി, ഭഗത്, പിന്നെ അജു വർഗീസ്, പിന്നെ നമ്മളെ നിവിൻ പോളിയെ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും നല്ല നല്ല സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷാൻ റഹ്മാൻ മ്യൂസിക്, അതായത് വിനീതിൻ്റെ സ്വന്തം പഴയ നമ്മളെ ഒരു വട്ടം എന്നാൽ കോളേജിൻ മൈതാനത്ത് എന്ന് പറയുന്ന പാട്ടില്ല, അതുമുതൽ തുടങ്ങിയ ബന്ധാവെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഷാൻ റഹ്മാൻ്റെ ഒരു നല്ലൊരു പിന്നെ അടിപൊളി വേഷം തന്നെയാണ്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരുപാട് നാളായിട്ട് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് മലയാളികൾ. വർഷങ്ങൾക്ക് ശേഷം എപ്പോഴിറങ്ങും. കാരണം പ്രണവ് മോഹൻലാലിൻ്റെ ഹൃദയത്തിന് ശേഷം, അതായത് ഹൃദയം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വൈശാഖ് സുബ്രഹ്മണ്യം നിർമ്മിച്ച് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന, അതുപോലെ പ്രണവ് മോഹൻലാലും നിവിൻ പോളിയും ധ്യാനും അജു വർഗീസൊക്കെ അഭിനയിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു സിനിമ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ട് ഒരുപാട് നാളായി. നമ്മളെല്ലാവരും ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാ സിനിമ വന്നിരിക്കുകയാണ്. ഫുള്ളാണ് മക്കളെ, ഫുള്ളാണ്. ഒരു തിയേറ്റർ പോലും കാലുകുത്തി, ഇതിനൊന്നും ഒരാൾ പോലും ഈ സിനിമക്കൊന്നും മോശം പറയില്ല. ഇനി ചില എംബോക്കികൾ ചിലപ്പോൾ നാളെ വന്നിട്ട് പറയും, കളർ ഇച്ചിരി കുറഞ്ഞു പോയിന്, കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലുള്ളത് പിന്നെ കളർ കാണിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവന്മാർ പറയുന്ന ഒരു തെറ്റ് ഇതായിരിക്കും, കളർ ഇച്ചിരി കുറഞ്ഞു പോയിന്. പിന്നെ ധ്യാൻ മീശയും കൂടി വെക്കാമായിരുന്നു. പ്രണവ് മോഹൻലാൽ എപ്പം നോക്കിയാലും ആ താടി തന്നെയാണ്. ആ താടി പഠിച്ചിട്ട് അദ്ദേഹം വരത്തേയില്ല. അവനൊരു മുടിയെങ്കിലും ഒന്ന് വെട്ടിക്കൂടെ, ഒന്ന് വെട്ടാൻ പറഞ്ഞുകൂടെ ഈ സംവിധായകന്? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നാളെ ഒരുപാട് ആൾക്കാർ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്ത് കണ്ടു കഴിഞ്ഞാലും കുറ്റം പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവർ ഈ പടം കണ്ടിട്ടും കുറ്റം പറയും. നിങ്ങൾ കുറ്റം പറയണം, നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം എന്നാൽ മാത്രമേ ഈ പടം കോടികളിലേക്ക് കയറത്തുള്ളൂ. കാരണം നിങ്ങൾ കുറ്റം പറഞ്ഞ എല്ലാ പടങ്ങളും ഇന്ന് കോടികൾ വാരിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബ്രഹ്മയുഗം മുതൽ, മഞ്ഞുമൽ ബോയ്സ്, പ്രേമല് മുതൽ ഇങ്ങനെ കുറ്റം പറഞ്ഞ് അവസാനം ആടുജീവിതം വരെ കുറ്റം പറഞ്ഞ ടീമുകളുണ്ട് ഇവിടെ. പക്ഷേ ഇന്ന് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ വാരിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത തിയേറ്ററിലേക്ക് ഓടിക്കോ, ഈ വീഡിയോ കണ്ട് അടുത്ത തിയേറ്ററിലേക്ക് തന്നെ ഓടിക്കോ. ഒരു നഷ്ടവും വരില്ല, നിങ്ങൾക്ക് ഒരു നഷ്ടം വരെ വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു 150 രൂപ മുടക്കി കഴിഞ്ഞാൽ 300 രൂപയുടെ സദ്യയാണ് നിങ്ങൾക്ക് വിനീത് ശ്രീനിവാസൻ തരാൻ പോകുന്നത്. 300 രൂപയുടെ സദ്യ, അത് ഞാൻ ഉറപ്പ് തരുന്നതാണ്. നന്ദി, നമസ്കാരം.